ഹലോ ഗായ്സ്, നമ്മളിന്ന് കുട്ടികളുടെ മുടി മുട്ടടിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിന്ന് ഓൾറെഡി ഒരുപാട് ലേറ്റ് 8 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ 9 മണിയായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി സമയം വേണം ഒരുങ്ങി ഇറങ്ങാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരുക്കിയിട്ട് വേണമല്ലോ എനിക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് തന്നെ ഒത്തിരി ലേറ്റായി. ദൈവത്തിൻ്റെ ഇവിടെ ഉടുത്തേ പറ്റൂ, വേറൊരു ഡ്രസ്സും വേണ്ട. മുണ്ടെടുത്ത് കഴിഞ്ഞിട്ട് തന്നെ അവന് ഓക്കെ ആയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ വന്ന് ശരിയാക്കി കഴിഞ്ഞിട്ടാണ് അവന് ഓക്കെ ആയത്. ഇനി ഇവളാണെങ്കിൽ പറയണ്ട, മോക്കാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവൾ ഫസ്റ്റ് ഇറങ്ങും. എന്നെ ഫസ്റ്റ് അവൾ രാത്രി തന്നെ രാവിലെ നേരത്തെ നീപ്പിക്കണേ എന്ന് പറഞ്ഞ് ആ ഒരു മൈൻഡിലേക്ക് കിടക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും ഒരാളേ ഉള്ളൂ, അനിയത്തിയും പിന്നെ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളും ഞങ്ങളെല്ലാ കുട്ടികളും എല്ലാവരും കൂടിയിട്ട്. കുട്ടിപ്പട്ടാളങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട, സ്നേഹം കൊണ്ട് ഞങ്ങളങ്ങനെ പലതും പറയും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മാറ്റി ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. ജീപ്പിലാണ് പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ജീപ്പിൽ പോകാൻ. അപ്പം ഞങ്ങൾ ജീപ്പിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഇനി നമ്മൾ ഈ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സുന്ദരമായ മുടി നമ്മൾ കാണൂല. ഇനി മുടിയില്ലാത്തൊരു സുന്ദരിയായ 2 കുട്ടികളെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി പോണ വഴിക്ക് വേണം ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിലെത്താൻ. പക്ഷേ സമയം വളരെ വൈകിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി. പക്ഷേ അവിടെ ഫുഡ് എടുക്കാൻ ഭയങ്കര ലേറ്റാണ്. പക്ഷേ നമ്മൾ കയറി പറഞ്ഞും പോയി, പക്ഷേ കഴിക്കാതിരിക്കാനും പറ്റില്ല, അവരുടെ ടൈമും ആയി. എങ്ങനെയോ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇതായിരുന്നു. ഒരു 20 മിനിറ്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിച്ച് കുട്ടികളെയും വെച്ച് നമ്മൾ അമ്പലത്തിലെത്തണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏട്ടനെയും പിക്ക് ചെയ്ത് നമ്മൾ നേരെ അമ്പലത്തിലോട്ട്. ഇനി തലമൊട്ടടിക്കുമ്പോൾ കരയില്ലെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ അമ്പലത്തിലെത്തി. പക്ഷേ ഞാൻ പറയും, അത്ര വലിയ പ്രശ്നങ്ങളോ കച്ചറയൊന്നും ഉണ്ടാക്കാത്തൊരു ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള 2 ആളെ മുടി തലമുട്ടടിക്കാൻ പോയ സമയത്തും ഭയങ്കര അലമ്പായിരുന്നു. എങ്ങനെയോ 2 പേരെ തലമുട്ടടിച്ച് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ആടി വരുന്നുണ്ട്, വയ്യ കയറാനൊന്നും. അങ്ങനെ അമ്പലത്തിലെത്തി. ഇവിടെ നമ്മൾ വഴിപാട് കൊടുത്തിട്ട് ഇവിടെ തലമുട്ട അടിച്ചതിന് ശേഷം വേണം നമുക്ക് അമ്പലത്തിൽ കയറാൻ. അപ്പോൾ ഇവിടെ ഒത്തിരി പേരുണ്ട് തലമുട്ട അടിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് വഴിപാടുകൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഓൾറെഡി ഒരു 11 o'clock ഒക്കെ ആയിട്ടുണ്ട് നമ്മളവിടെ എത്തിയ സമയം. ഇനി ഇവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് മക്കളെ മുടി മൊട്ടടിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല. ആശാന്മാരൊരു 3/4 ഭാഗം വലിയ സീനില്ലാതെ അവർ 2 ആളും ഇരുന്ന് തന്നിട്ടുണ്ട് മുടി മൊട്ടടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത് പോലും. ഇത്രയും അടുത്താണെങ്കിൽ പോലും എന്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. ഒരാളെ തല മൊട്ടടിച്ച് കഴിയാനാകുന്നു, മറ്റേ ആളെ തലയും കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വേണം ഇനി ഇറങ്ങാൻ. എന്തോ ഒരു കയ്യിലൊരു മഞ്ചാടിക്കുരുവൊക്കെ ഉള്ളതുകൊണ്ട് ആശാൻ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നൊരു പ്രതീക്ഷയില്ലാതെ പോയതാണ്. പക്ഷെ എന്തുകൊണ്ടോ വലിയ കരച്ചിലോ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു തല മുട്ടടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തലമുട്ടടി കഴിഞ്ഞ് ഒരാളത് ഇനി അടുത്ത ആളെ മുടിയും കൂടെ മുട്ടടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടി ഫിനിഷായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം കാണുന്ന ഈ മുഖമുള്ളൊരു വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോ എന്നുള്ള ഭാഗത്തിലൊക്കെ ആശാനിരിക്കുന്നത്. തല മുട്ടടിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി മുറി ഉണ്ടായിരുന്നു തലയിൽ. ഈ മുടി നിന്നിട്ട് അത് തലയിലെ മുടി കളഞ്ഞാൽ മാത്രമേ മാറുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ തലമുഴത്തെ മുടി കളയാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവിടെ മുടി മൊട്ടടിച്ച ചേട്ടനും കുഴപ്പമില്ല, കുട്ടികളോട് നല്ല രീതിക്കുള്ളൊരു പെരുമാറ്റമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫിനിഷിങ് സ്റ്റേജിൽ എത്തിയിരിക്കുന്നു ഗൈസ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു പ്രശ്നം, അതുകൊണ്ട് ഞാനവിടെ നിന്നിട്ടില്ല. അപ്പം അനിയത്തിയാണ് വീഡിയോസൊക്കെ എടുത്തു തന്നത്. ഞാൻ മെല്ലെ പുറത്തിറങ്ങി നിന്നിട്ട് പിറകുവശത്ത് നിന്ന് ഞാൻ നോക്കി എന്താണ് അവരവസ്ഥ എന്ന്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കച്ചറയായിരിക്കും, പിന്നെ ഞാൻ കയറിയിരിക്കേണ്ടി വരും.
അങ്ങനെ ആ ചേട്ടൻ വല്ല കളിപ്പാട്ടമൊക്കെ കൊടുത്ത് എങ്ങനെയോ സെറ്റാക്കി ഏകദേശം ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവരെ മുടി മൊട്ടടിച്ചിട്ട് വേണം, പിറകിൽ കുറച്ച് ആൾക്കാർ ക്യൂ ഉണ്ട്, അവർക്കും കൂടി ഇതൊന്ന് കഴിച്ചിട്ട് പോകാനെന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. നമ്മളിത് പെട്ടെന്ന് തീർന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കരച്ചിൽ തുടങ്ങുമ്പോഴത്തേക്കും ഈ മൊട്ടടിക്കുന്ന പ്രോസസ്സ് ഫിനിഷ് ചെയ്യണം. എന്തുകൊണ്ടോ അവരിന്ന് വലിയ കുഴപ്പമില്ല, അങ്ങനെ എനിക്ക് പറയാൻ കഴിയൂ. അല്ലെങ്കിൽ അറിയാത്ത ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കച്ചറയായിരിക്കും. അത്രയ്ക്ക് പ്രശ്നക്കാരാണ്. കുറുമ്പ് കൊണ്ടല്ല, അവർ മറ്റുള്ള നമുക്കറിയാത്ത ആൾക്കാരോടൊന്നും അത്ര പെട്ടെന്ന് ഇടപഴകാത്ത ആൾക്കാരാണ്. അറിയുന്ന ആൾക്കാരുമായിട്ട് തന്നെ ഭയങ്കര ഞാനെടുത്തു കഴിഞ്ഞാൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മളെ മുട്ടയടിച്ചതിന് ശേഷം നമ്മൾ അവരെ കുളിപ്പിച്ചിട്ട് വേണം അമ്പലത്തിൽ മുകളിലോട്ട് പോകാൻ. ആശാനിൽ നിന്ന് മുഷിഞ്ഞ് പോകാനായില്ലേ അമ്പലത്തിൽ പോകണ്ടേന്നൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മക്കളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ അവിടെ കയറുന്ന സമയത്ത് ഒത്തിരി പടികളുണ്ട്, നടന്ന് കയറണം. കുഴപ്പമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, പടികളൊന്നുമല്ല. അപ്പം നടക്കാനും ഇവിടെ എല്ലാവർക്കും മടിയാണ്. ആ കാണുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാവർക്കും, മോനൂട്ടനും ബാക്കി എല്ലാവർക്കും ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെടുത്തും പതിയെ അങ്ങനെ പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം ടയേർഡായി ഗൈസ്, എനിക്കിനി വയ്യ, ആരെങ്കിലും ഒന്ന് എന്നെ സഹായിച്ചാൽ സുഖമായിരുന്നു എന്നുള്ളൊരു സെറ്റപ്പിലാണ്. ആര് സഹായിക്കും, ഞാൻ തന്നെ എടുക്കണം. വേറെന്ത്, ഇതാ ഒരാളെ ഏട്ടനെടുത്തു, ഒരാളെ ഞാനെടുത്തു. ഇതാ ഈ ഒരാൾ കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും എടുക്കും, അപ്പോൾ ഞാൻ നല്ല സൂപ്പറായിട്ട് നടക്കും. നമ്മളിവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾക്കിനി വയ്യ, ആരെങ്കിലും പിടിച്ചാൽ ഞാനും നടക്കും എന്നുള്ള ഘട്ടത്തിലാണ് അമ്മ ഇരിക്കുന്നത്. ഇതാണ് അവിടെ മുകളിൽ പോയിട്ടുള്ള ഒരു സെറ്റപ്പ്. നല്ല ഒരു ആംബിയൻസ് ഉള്ള ഒരു അമ്പലമാണ്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ്. നല്ല തണുപ്പും നല്ല ഒരു പ്രകൃതിയോട് ഇണങ്ങിയ ഒരു അമ്പലം എന്നൊക്കെ പറയാം. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു അമ്പലം കാണുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കയറി നിന്ന് കാണാനൊക്കെ. നല്ല രസമുണ്ട്, ഒന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല, നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറച്ചേരം ഇതിൻ്റെ മുകളിൽ കയറി നിന്നു, കുറച്ച് നേരം താഴോട്ടൊക്കെ നോക്കി. രസമാണല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടൈമായി, നമ്മൾ അപ്പം നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റത്തെ വ്ളോഗാണ്, അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടെന്നാലും